ഹരേ കൃഷ്ണ. ഹല്യാസ്തുതി. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പത്മസംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പമാരാധിച്ചാലും. ശ്രീരാമദേവൻ അഹല്യ ഒരു ശിലയായി മാറി, പാപഗ്രസ്തയായി ശിലയായി മാറി, അതിൽ നിന്നും മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചിരകാലം ഭഗവാനെ ധ്യാനിച്ച് തപസ്സിരിക്കുന്ന അവസരത്തിൽ വിശ്വാമിത്ര മാമുനിയോടൊപ്പം യാത്ര ചെയ്യുന്ന ശ്രീരാമലക്ഷ്മണന്മാരോട് മഹർഷി പറയുന്നു, ഇത് ഗൗതമ മഹർഷിയുടെ പത്നിയായിട്ടുള്ള അഹല്യാദേവിയാണ്. അപ്പോൾ ഇതൊരു ശാപത്താൽ ശിലയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ കാല് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ ചന്ദ്രലടികളിൽ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് മോക്ഷം കൊടുക്കാമെന്ന് മഹർഷി പറയുന്നു. അങ്ങനെ ശ്രീരാമദേവൻ തൻ്റെ കാൽ വെച്ച് എന്ത് ചെയ്യുന്നു, ആ ശിലയെ ചവിട്ടുമ്പോൾ അഹല്യാദേവിക്ക് മോക്ഷം ലഭിക്കുകയും അഹല്യാദേവി ഭഗവാന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. അതായത് പത്മജരുദ്രാദികളെന്ന് പറയുമ്പോൾ ശിവഭഗവാനായാലും ബ്രഹ്മദേവനായാലും എല്ലാവരും തന്നെ ധ്യാനിച്ചിരിക്കുമ്പോഴും ഭഗവാന്റെ രൂപം കാണാൻ നിന്ന് വളരെ കാലത്തെ തപസ് കൊണ്ടാണ് ഭഗവാന്റെ രൂപത്തെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ ഭഗവാന്റെ പാദത്തിലുള്ള മണ്ണും പൊടി ഏറ്റപ്പോൾ തന്നെ എനിക്ക് മോക്ഷം ലഭിച്ചു, അല്ലെങ്കിൽ എനിക്ക് പൂർവ്വജന്മം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം നമ്മൾക്ക് അഹല്യാസ്തുതിയിൽ അധ്യാത്മരാമായണത്തിൽ കാണാൻ സാധിക്കും. അതാണ് ഞാനിവിടെ വിശദമാക്കിയത്. ഹരേ കൃഷ്ണ.